കടലക്കറി വയ്ക്കുന്നത് ഇപ്പോൾ വലിയ സംഭവമൊന്നുമല്ല. അത് നിങ്ങൾ പലർക്കും അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും അറിയാത്ത ഒന്നോ രണ്ടോ പേരുണ്ടാവില്ലേ, അവർക്കാണ് കേട്ടോ ഈ വീഡിയോ. ആദ്യം തന്നെ ഒരു 8 മണിക്കൂർ കടല വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് നന്നായി കഴുകി വാരി കുക്കറിലിട്ട് കുറച്ച് സബോളയും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി വേവിച്ചെടുക്കണം. കടലയ്ക്ക് ഒരു ഇത്തിരി വേവ് കൂടുതലാണ് കേട്ടോ. ഈ കടലയൊന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് നന്നാക്കി വെക്കാം. കടലക്കറി വയ്ക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുക്കുന്നതിനെക്കാട്ടും എനിക്കിഷ്ടം ഇതുപോലെ ചതച്ചെടുക്കാനാണ്. ചതച്ചെടുക്കുമ്പോൾ കറിക്ക് ഒരു ഇത്തിരി ടേസ്റ്റ് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ശേഷം ഇതുപോലെ അടുപ്പത്തേക്ക് ഒരു ചട്ടിയോ കടായോ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. നന്നായി മുരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഇതുപോലെ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നത് വരെ വഴണ്ട് കിട്ടിയാൽ മതി കേട്ടോ. ഒരുപാടൊന്നും മുരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. സബോള ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല. ഇത്രയും ചേർത്ത് ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോഴാണ് ആ കറിവേപ്പിലയുടെ ഫ്ലേവർ ഒന്നും കൂടെ നമുക്ക് കിട്ടാം. ഇനി കറിയിൽ കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കണം എന്നുള്ളവർക്ക് ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ചേർത്തില്ലെങ്കിലും കറിക്ക് നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊക്കെ ഒന്ന് കുക്കായി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ചേർക്കാം. കടല ഇട്ട് കൊടുത്ത് ഒരു 5 to 10 minutes ഇത് മൂടി വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.